صلوا على نبينا وهتم بالمدينة لو أنا كيريا ما تعلم المدينة ويا لي الحج. ഹലോ എവ്രിവൺ, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ ഫുള്ളി എക്സൈറ്റഡ് ആണ് ഇന്നത്തെ സ്ഥലത്ത് വന്നിട്ട്. ഒരു ഹലോ പറ വേദ. ഹായ് ഓൾ എന്നൊക്കെ ഹലോ എന്നല്ലേ. ഓക്കെ, ഇന്ന് നമ്മള് നോർത്ത് സിദ്ര ഫാമിലാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് 101 കിലോമീറ്റേഴ്സ് ഉണ്ട്. 2 കിലോമീറ്റർ ഓഫ് റോഡാണ് കുറച്ച് കാണിക്കുന്നത്. വലിയ വണ്ടികളുള്ളവർ നല്ല സ്മാർട്ടായിട്ട് പോകുന്നുണ്ട്. മലയാളി ഫാമിലീസ് ഒക്കെ ഉണ്ട്. ഫുൾ ഓഫ് റോഡ് ആയതുകൊണ്ട് നമുക്ക് മുമ്പ് വന്നവരൊക്കെ നല്ല സ്പീഡാ പോയി. ഇച്ചിരി ബെറ്ററാ, ഇപ്പൊ വന്ന റോഡിനെക്കാട്ടി ബെറ്റർ ആയത്. നോർത്ത് സിദ്ര ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഗൂഗിൾ മാപ്പ് ഇവിടം വരെ ലൊക്കേഷൻ കാണിക്കുന്നുള്ളൂ. ബാക്കിലൊക്കെ വേണ്ട കാണാ ഓടി. വേദ എന്തോ വേദ ഇത്? റോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വേദ അച്ഛൻ്റെ ഇതെന്തുവാന്ന് പറഞ്ഞു കൊടുത്ത്. എന്തോ ഇത് ചർച്ചിൽ എങ്ങനെ വന്നു? എന്താ ഏതാ? വേദ ടർട്ടിലിനെയൊക്കെ കണ്ടിട്ട് വേദന്റെ അടുത്തേക്ക് ഒരു ആടിങ്ങനെ ചാടി വന്ന് പേടിച്ചു പോയി. ബഫലിന്റെ വേർത്തിട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിന് 10 റിയാലാണ്. അത് കണക്ക് ഇതിന് ഫുഡും കൊടുക്കാം കേട്ടോ. അമ്മ ബാ, നമുക്ക് നടക്കാം, ഒരുപാട് പോവാണ്ട്. വേദ ബൈ പറ. ബൈ ബൈ. വേദ എന്താ ഇത്? പിക്കിയാ? വേദ ഇപ്പൊ കുറച്ചുകൂടെ വലുതായല്ലോ. ഇപ്പൊ ഒരു 2-3 മാസം ആകുമ്പോഴും നമ്മളിങ്ങനെ ആനിമൽസിനെ കൊണ്ട് കാണിക്കും. സോ ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരുന്നൊരു ഫാമാണ്, നോർത്ത് സിദ്ര ഫാം, ഇവിടെ ഖത്തറില. പക്ഷെ കൊള്ളാം അല്ലേ, ഓത്താന്നല്ലേ, ഒരുപാട് എത്ര അടുത്ത് വെച്ച് കാണാം അല്ലേ. അപ്പം നമുക്ക് നടക്കുക, ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാണാറുണ്ട്. വെള്ളപ്രാവിനെ കാണിച്ചു വിടണം. ഏതിനെ അടുത്തോണ്ടേക്ക് പേടിയാ, മൂവ് ചെയ്യുന്നെല്ലാം കാണുമ്പോൾ ചെറിയൊരു പേടിയാവുന്നുണ്ട്. വേദ നോക്കുമ്പോഴേ ടി വി കാണുന്ന സാധനമൊക്കെ ഒറിജിനൽ ആയിരുന്നല്ലേ. ചിക്കൻ എന്നാ പറയുന്നത്. എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കുമല്ലോ. എന്താണ് അടുത്തേക്ക് വരുന്നുണ്ടല്ലേ. സ്ഥലത്ത് തന്നെ ഒരു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് കണ്ട അത് നൈസല്ലേ. വേദയ്ക്കുള്ള മറ്റേ വണ്ടിയൊക്കെ ഉണ്ട്. പുകേനൂരിലേക്കുന്നത് ഇവിടെ എല്ലായിടത്തും പുകേനൂരാണ്. നല്ല രസമാണ്. ഇതിലിരുത്താം. ഇത് നോക്കണമോ, ഇങ്ങോട്ടോ. ഹാപ്പിയായി. ഒരുപാട് പിള്ളേരുണ്ട്. എടി അമ്മു, ഈ സ്ലൈഡിൽ കയറ്റിയിരുത്തി അവളിങ്ങ് വന്ന് വീണോളൂ സേഫായിട്ട്. അമ്മു അതെടുക്കാതെ അതിൽ പോയി വെച്ചോ.
കൈ പിടിച്ചോ വാ. അമ്മ ട്രെയിൻ പോകുന്നുണ്ടോ? ഏതാ ഊനാലെ കാടുന്ന് ഏതാ ട്രെയിൻ ട്രെയിൻ? ക്യാമൽ റൈഡൊക്കെ ഉണ്ട്. വെച്ചിട്ട് ഇരിക്കാനായിട്ടില്ല. എൻ്റെ വെയിറ്റ് ക്യാമൽ താങ്ങത്തില്ലെന്ന് തോന്നുന്നു. ഏതാ ക്യാമലിന് ഹായ് പറഞ്ഞോ? ഇതുള്ളൂ അല്ലേ? ബേബി നമ്മില് കളിക്കുന്നോ? വെള്ളത്തിന്റെ നമ്മെന്നാ പറയുന്നത്. ആ ഒരു ഡക്കുവിനെ അകത്തിട്ടിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് നല്ല രസമുണ്ട് അല്ലേ? ഓൾറെഡി അതാരം ബുക്ക് ചെയ്തല്ല, ഫസ്റ്റ് കം ഫസ്റ്റ് ആവും എന്നുള്ള രീതിയിൽ. ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ കായലിൻ്റെ ഒക്കെ സൈഡിൽ ഇരിക്കുന്നതൊക്കെ. വലിയ ക്യാമൽസ് ഒക്കെ ഉണ്ട് അതിനെ കാണാനായിട്ട്. അയ്യോ അങ്ങനെ ഒരു മേലിലെത്തി നോക്ക്. നല്ല വലുതാണല്ലോ, വലിയ ക്യാമറ കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ താഴെ ഇറക്കി കളിക്കാൻ വിടണമെന്നുണ്ട്. ഒരു 3 ദിവസം മുമ്പ് ഇവിടുത്തെ പാർക്കിൽ പോയതാ അല്ലേ? പാർക്കിൽ പോയി എന്തോ കടിച്ചിട്ട് 2-3 സ്ഥലത്ത് ഈ കൊതു അടിക്കുമ്പോൾ വരുന്നതൊക്കെ വന്നു. സോ അതിനുശേഷം നമുക്കിപ്പോൾ ഇറക്കി വിടാനായിട്ട് ചെറിയൊരു പേടി അല്ലേ? വേദ യെസ് എന്ന് പറയാം അറിയില്ലാന്ന്. ബാ ഒരുപാട് കട്ട് കേൾക്കുന്നല്ലേ? ബാക്ക്ഗ്രൗണ്ട് അല്ലോ ഭംഗിയായിട്ട്. ഇത് നോക്ക്. ആ ബാ ബാ. എന്താ വേദ മുള്ളുണ്ടേ? അമ്മ മുള്ളുണ്ട് വേദനോ? മുള്ളില്ലാത്ത എന്ത് വേദ? ഇത് വേണോ? വേണോ? അത് നിൽക്കുന്നുണ്ട്. അതെന്ത് കളർ? അത് ഇതല്ലെന്നോ? വേറെ കേരളത്തില് ഒരു വീട്ടിൽ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് കണ്ടോ? ഇതിനകത്ത് ക്ലാസിക് കാർസിന്റെ ഡിസ്പ്ലേ ഉണ്ടോ? അതിനകത്ത് നമുക്ക് കയറാം കേട്ടോ. ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഇതൊരു ഗരാജും കൂടെ ആണെന്ന് തോന്നുന്നു. ഗരാജിന്റെ മണമൊക്കെ ഉണ്ട്. പഴയ സാധനമാണ്. എടി നമ്മൾ പഴയൊരു ബീറ്റിൽ കിടപ്പുണ്ട്. വാ തോന്നുന്നു. I love you كيرلا. اهلا وسهلا بكيرلا. مزرعة سدرة الشمال. سد غيونك على الميدان واحمل عودك عون الزهر. امر كيف ولعب ازاي في فرحة اغلى العرسان. صلوا على نبينا وهتاكم بالمدينة. لو انا كيريا ما تعدم راجينا. ويا لي الحدية عبد الله المغنية عائشة صبية فريد رادني فريد كيرلا سوريا. വേദ ഇത് നോക്കടോ, ഇത് നോക്ക്. ഇതാണോ ഓറിക്സ്? ഉറപ്പാണോ? എല്ലാം അടുത്ത് വെച്ച് കാണാൻ കേട്ടോ. അതിന് കുത്താൻ പറ്റത്തില്ല. വേദ ഡക്ക് എങ്ങനെ വിളിക്കും? എങ്ങനെ വിളിക്കും ഡക്ക്? എങ്ങനെ കറക്റ്റാ വിളി? ഇത് അവിടെ ഫ്ലെമിംഗോ അല്ലേ നിൽക്കുന്നത്? ഒരെണ്ണം ഒറ്റയ്ക്കുണ്ട്. ഫ്ലെമിംഗോ വലുതാകുമ്പോഴാ
പിങ്ക് ആവുന്നത് അങ്ങനെ എന്തോ ഉണ്ട്. അതിപ്പോ ഒരു വൈറ്റ് അതിന്റെ ഇടയ്ക്ക് പിങ്ക് വരുന്നുണ്ട്. ഫ്ലെമിംഗോനൊക്കെ ഇവരെങ്ങനെ പിടിക്കുന്നത്? ഫ്ലെമിംഗോ തന്നെ എന്താ അറിയില്ല. ഡക്ക് വരുന്നുണ്ടോ വേറെ? ക്വാക്ക് ക്വാക്ക് ക്വാക്ക്. അപ്പുറത്ത് മാനൊക്കെ ഉണ്ട്. വേറെ ക്വാക്ക് 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 എന്ന് പറഞ്ഞു. ആ ചിരിക്കണ ഏതൊക്കെ പേടി പേടിച്ച് പേടിച്ചെന്ന് ഇനി കൂടുതൽ എന്ത് പറയാനൊക്കെ ഉള്ള ഒരു ആട്. അത് എനിക്ക് കാർട്ടൂണിൽ തന്നെ മതിയും. പേരറിയില്ല ഇതിന്റെ. ഫ്രൂട്ട്സ് പിക്കിങ് ഇതെന്ന് അവർ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും എക്സൈറ്റഡ് ആയത് ഇവളാണ്, വേദയാണ്. അത് കണക്ക് ഞാൻ എക്സൈറ്റഡ്, അമ്മ എക്സൈറ്റഡ് ആവുന്ന സംഭവമുണ്ട്. ആമ ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്രീഡാണ്. പ്രായമുണ്ടെന്ന് തോന്നുന്നല്ലേ അതിന്? അതെ അതെ. എന്നിട്ട് അത് തന്നെ അതിന്റെ മാമ തന്നെ ഒരു ആമയുടെ മണ്ടയിൽ കയറി, വലിയ ആമ ചെറിയ ആമയുടെ മണ്ടയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്, വെയിറ്റ് ഉണ്ട്. പക്ഷെ ആമയെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ആലോചിച്ചേ, ഇവരുടെ ജീവിതകാലം മൊത്തം ഇവരാ ഇതിനകത്താണ് ജീവിച്ചു തീർക്കുന്നത്. അതൊരു വലിയൊരു സംഭവമല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊന്നും പറയാം. കേട്ടതേ ഉള്ളൂ ഇതിനെ കുറിച്ച്. മേ ബി എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ അല്ലേ. അതും വേദയ്ക്ക് ആനിമൽസിനെ കാണാനായിട്ട് ഒരു അവസരവും. അപ്പം അതെ അതെ, നേരിട്ട് കാണുമ്പോഴത്തേക്ക് എല്ലാത്തിനും വലിപ്പം കൂടുതലായതുകൊണ്ട് വേദയ്ക്ക് പേടിയാവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട്, കാരമൽ ഫ്ലേവേർഡ്. അപ്പം അതും കഴിച്ച് പയ്യ ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡും കഴിഞ്ഞ് 100 കിലോമീറ്റർ ഓടിച്ച് വീട്ടിലേക്ക് അല്ലേ. അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.